Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ഈക്വൽസ് ടു 0, ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ഈക്വൽസ് ടു 0. ഇതിൽ നിന്നും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് 10 എന്നും കിട്ടണം, സം -7 എന്നും കിട്ടണം. പ്രോഡക്റ്റ് 10 കിട്ടുന്നത് എവിടെയൊക്കെയാണ്? നമുക്ക് 1 × 10 ഈക്വൽസ് ടു 10 and 2 × 5 equals to 10. ഈ നമ്പറുകളുടെ സം -7 എന്ന് കിട്ടണം. -7 എന്ന് കിട്ടാൻ 1 + 10 10 - 1 ഒന്നും നമുക്ക് 7 എന്ന് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് 2ഉം 5ഉം എടുക്കാം. -2 + -5 ഈസ് -7. അപ്പോൾ നമുക്ക് -2ഉം -5ഉം യൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5x പ്ലസ് 10 ഈക്വൽസ് ടു 0. ഇനി നമുക്ക് ഈ രണ്ട് ടേംസിൽ നിന്നും എക്സ് പുറത്തെടുക്കാം. ബ്രാക്കറ്റിനകത്ത് x-2 എന്ന് കിട്ടും. ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് -5 പുറത്തെടുക്കാം. x-2 ബ്രാക്കറ്റിനകത്ത് വരും, ഈക്വൽസ് ടു 0. ഈ പ്ലസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് ആക്കുന്നുണ്ട്, കോമൺ ആയിട്ട് ഒരു മൈനസ് പുറത്തെടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് x-2 ആണുള്ളത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തും x-2 വേണമല്ലോ. ഇനി നമുക്കിത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x-5 into x-2 എന്ന് എഴുതാം, ഈക്വൽസ് ടു 0. ഇഫ് x-5 ഈക്വൽസ് ടു 0, x ഈക്വൽസ് ടു 5. ഇനി x-2 ഈക്വൽസ് ടു 0 ആണെങ്കിൽ x ഈക്വൽസ് ടു 2 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എക്സിൻ്റെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ആൽഫ ഈക്വൽസ് ടു 5 ആൻഡ് ബീറ്റ ഈക്വൽസ് ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ ഈക്വൽസ് ടു 5 സ്ക്വയർ ഈക്വൽസ് ടു 25. ബീറ്റ സ്ക്വയർ ഈക്വൽസ് ടു 2 സ്ക്വയർ ഈക്വൽസ് ടു 4. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ടുള്ള പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കണം? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽസ് ടു 0. നമ്മുടെ റൂട്ട്സ് ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽസ് ടു ആൽഫ സ്ക്വയർ ഈസ് 25 പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് 4. അപ്പോൾ 25 + 4 ഈസ് 29. ഇനി അതുപോലെ തന്നെ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ, അതാണല്ലോ പ്രോഡക്റ്റ്. അപ്പോൾ 25 × 4 ഈക്വൽസ് ടു 100. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 29 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ദാറ്റ് ഈസ് 100 ഈക്വൽസ് ടു 0. പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 29x പ്ലസ് 100 ഈക്വൽസ് ടു 0. ദിസ് ഈസ് ദ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.